ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങളുടെ കുറച്ച് ഫാമിലി വ്ളോഗ്സും യാത്രകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ചാനലിൽ പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൽ കൂടെ കൂടാനും മറക്കല്ലേ കേട്ടോ. രാവിലത്തെ നടത്തം ഒരു ശീലമാക്കിയത് പിന്നെ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ ഇത്തിരി മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു അവധി ദിവസമായിട്ടും ഞങ്ങൾ ഇത്തിരി നേരത്തെ തന്നെ എഴുന്നേറ്റു. തടി കുറയ്ക്കുക എന്നുള്ളതൊന്നുമല്ല കേട്ടോ ഉദ്ദേശം. നടക്കാൻ ഇറങ്ങുമ്പോൾ കാണുന്ന ആൾക്കാരുടെ ഗുഡ് മോർണിംഗും പിന്നെ നമ്മുടെ പക്ഷികളുടെ ശബ്ദവും ഒക്കെ കേട്ട് ആ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിപ്പിക്കും നമ്മുടെ മിൽക്ക് ബാസ്ക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതൊക്കെ വേഗം വെച്ചു. ഞാൻ ഈ മിൽക്ക് ബാസ്ക്കറ്റിനെ കുറിച്ചൊരു ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ എഴുന്നേറ്റ് വന്നു, അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പാച്ചോറാണേ. നിങ്ങൾക്കറിയോ പാച്ചോറ് എന്താണെന്ന്? ഞങ്ങളുടെ കുന്നംകുളത്ത് ഇതൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് കുറേ പേർക്ക് അറിയായിരിക്കും വിഷുക്കട്ട എന്ന് പറയുന്നത്. ആ സംഭവം തന്നെയാണ് ഈ പാച്ചോറ്. പച്ചരി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ നാട് കുന്നംകുളമാണ് കേട്ടോ. അവിടെ ഈ പാച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെയുള്ള ഒരു സെലിബ്രേഷനാണ് പിണ്ടിപ്പെരുന്നാൾ. അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ പാച്ചോറ്. പച്ചരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുക. ഇതും പച്ചരിയും അതുപോലെ തന്നെ വെള്ളവും ജീരകവും ഉപ്പും തേങ്ങയും ഒക്കെ ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ടിങ്ങനെ ഇലയിലാണ് കേട്ടോ പരത്തുക. അപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഇലയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പ്ലേറ്റിലാണ് ഇത് പരത്തിയെടുത്തത്. എന്നിട്ട് ഇങ്ങനെ കട്ട വെട്ടിയിട്ട് നമ്മൾ ശർക്കരപ്പാനി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. ഇവിടെ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് ബ്രൗണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ പിന്നെ അതങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി അതങ്ങ് ഉണ്ടാക്കി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ബ്രൗണി ഉണ്ടാക്കിയതിന് ഇന്ന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് മോനെ ഫ്ലൂ വാക്സിൻ എടുക്കേണ്ട ദിവസമാണ്. അവൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഈ ബ്രൗണി. ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ ഫ്ലൂ വാക്സിൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ കഴക്കൂട്ടം CSI ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലോക്ക് കുറയ്ക്കാനും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പല സെൻറ്ററുകളിലും ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഫ്ലൂ വാക്സിന് ചാർജായിട്ട് വരുന്നത് 2000 രൂപയാണ്. കൺസൾട്ടേഷന് വേറെ ഫീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറെ കാണാനിരിക്കണം, അതിനുശേഷമാണ് ഈ ഫ്ലൂ വാക്സിൻ എടുക്കുക. അതൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് കേട്ടോ പോയി. സാധാരണ ഇപ്പം ഇന്ത്യൻ കോഫി ഹൗസിലൊന്നും ആ പണ്ടത്തെ സ്റ്റാൻഡേർഡ് ഇല്ലയെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് അവിടുത്തെ കട്ട്ലേറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പോയത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് കേട്ടോ. പണ്ടത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇന്ത്യൻ കോഫി ഹൗസിൽ ഇപ്പം കിട്ടണില്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. കട്ട്ലേറ്റിനാണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടുന്ന ബീട്രൂട്ട് സോസിനാണെങ്കിലും ഒന്നും ആ പഴയ ടേസ്റ്റ് ഇല്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ മോൾ ഓഫ് ട്രാങ്കൂറിലോട്ടാണ് കേട്ടോ വന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ ലുലുവിനേക്കാൾ നല്ലത് എപ്പോഴും മോൾ ഓഫ് ട്രാങ്കൂർ തന്നെയാണ് കേട്ടോ. തിരക്കും കുറവാണ്, നമുക്ക് സമാധാനമായിട്ട് ഷോപ്പും ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ രാമചന്ദ്ര അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ അട്ടക്കുളങ്ങരയോ അങ്ങനെ വേറെ എവിടെയെങ്കിലും പോകണമായിരുന്നു കേട്ടോ എല്ലാ സംഭവങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ. എന്നാൽ ഇപ്പോൾ മോൾ ഓഫ് ട്രാങ്കൂറിലെ രാമചന്ദ്രയിൽ എല്ലാം കിട്ടുന്നുണ്ട്. ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം അവിടെ കയറുന്നതിന് മുമ്പ് കുറച്ച് മാക്സിലൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ മാക്സിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാമചന്ദ്രയിൽ നിന്ന് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പതുക്കെ ഫ്ലാറ്റിലോട്ട് തിരിച്ചു പോന്നു. ലൈറ്റൊക്കെ ഇട്ട് MOT സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ.